ഒരു സെക്കൻഡ്, ഞാൻ ഇതിനെപ്പറ്റി ഒന്നുമല്ല സംസാരിക്കാൻ വരുന്നത്. ഇപ്പൊ ലഹരി എന്ന് പറയുന്നത് ഈ ഡ്രഗ്സ് ഒന്നും കഞ്ചാവൊന്നും മാത്രമേ കിട്ടുള്ളൂ. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ, എന്താ നിന്റെ വിഷമം? ഈ അതായത് ഇപ്പൊ പറയുന്നതെന്ന് വെച്ചാൽ കഞ്ചാവ് അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്തത് കൊണ്ട് ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടന്നത് അതാ നിന്റെ വിഷമം? അല്ല, ഈ പറയുന്ന ഒരു നടിയെ ഈ നടൻ കമന്റ് അടിച്ചു. അത് ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് ഏതായി കുട്ടി ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് ഇയാള് കഞ്ചാവ് യൂസ് ചെയ്തു അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ നടന്നല്ലേ? എന്റെ സാറ് ഇതൊക്കെ വലിയ തെറ്റാണോ? ആണോ? പല മേഖലകളിലും ഈ പറയുന്ന കമന്റ് അടിയും ചൂളം വിളിയും ഇങ്ങനെയുള്ള അശ്ലീല സംസാരങ്ങളും എല്ലാം പല മേഖലകളിലും ഇല്ലേ? പിന്നെ മറ്റൊരു കാര്യം, ഇതിൽ അനാവശ്യമായിട്ട് ശ്രീനാഥ് ബാസിയുടെ പേര് വലിച്ചഴച്ചു. എന്താവശ്യത്തിനായിരുന്നു ഇപ്പൊ അയാളുടെ പേര് പറയേണ്ട ആവശ്യം? എന്നെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തേരെ. ഞാൻ പറഞ്ഞതാ സാറേ, അവൻ മറന്നുപോയതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് പിടിച്ചപ്പോൾ അതിന്റെ അവർ മൊഴിയായി കൊടുത്തതിൽ ഒരു പേര് ശ്രീനാഥ് ഭാസിതാണ്. ആരോപിതൻ മാത്രമാണ്, കുറ്റക്കാരനല്ല. അയാളെ കുറ്റക്കാരനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. താങ്കളുടെ സുഹൃത്തുക്കൾ മദ്യപിക്കാറില്ലേ? മദ്യപിക്കുമ്പോഴും ഇവിടെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശിവാനി ഇവിടെ ഒരു കേസിലും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ട കേസുകൾ ഉൾപ്പെടെ എങ്ങനെയാണ്? ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളോ? അതെ. ആ വന്നിട്ടുള്ളത് ചർച്ച ചെയ്യപ്പെടണമെന്ന് തന്നെ ആവർത്തിച്ച് പറയാണ്. എന്താ ഇതിന് പേടിക്കുന്നത്? എനിക്കൊരു പേടിയില്ല. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ഇതെന്ത് വാദമാണ് ശിവാനി? ഇത് ന്യായീകരിക്കുന്നതിന് തുല്യമല്ലേ? നിങ്ങൾ എന്തിനാ ഇത്ര ആകുലപ്പെടുന്നത്? നിനക്കിതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അല്ല, ഷൈൻ ടോമിനെ പറ്റി നമ്മൾ എന്തിനാ ചർച്ച ചെയ്യുന്നത്? ഒരു സെക്കൻഡ്, ഷൈൻ ടോമിന്റെ പേരെന്തിനാ ഈ ചർച്ചയിൽ ഉപയോഗിക്കുന്നത്? ശിവാനി എന്തിനാ ഉപയോഗിക്കുന്നത്? പേരിലാണ് പരാതി വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അതേപോലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ തസ്ലീമ എന്ന യുവതിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇറ്റ്സ് എ കേസ്. ശ്രീനാഥ് ബാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും സപ്ലൈ ചെയ്തു എന്നത് ഒരു കേസിൽ. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ തസ്ലീമ എന്ന യുവതിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇറ്റ്സ് എ കേസ്. ഇതുമായി കേസ് വരുമെന്ന് അറിഞ്ഞപ്പോ ഒരു മുൻകൂർ ജാമ്യ ഹർജി കൊടുത്തിരുന്നു, അത് പിൻവലിച്ചു മാധ്യമങ്ങൾ വാർത്തയായപ്പോൾ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഈ കേസ് തന്നെ എവിടം വരെ പോകുന്നു കാണാം. എന്താ മോളെ നിന്റെ ഈ വാക്കുകൾക്ക് മുമ്പ് ഞാൻ പറയാം? എന്താ ഞാൻ പറയും മോളോട്? കുറച്ചു നാൾ കഴിയുമ്പോ അവിടെ തെളിവുണ്ടാവില്ല. അപ്പൊ ആ സാഹചര്യത്തിലുണ്ടായിരുന്ന ആളുകളും എല്ലാരും പോയിട്ടുണ്ടാവും. ചിരിച്ചോ, ഇന്നലെ മുതലേ ചിരി നിർത്താൻ ഞാൻ പെട്ട പാടേ. ശിവാനി എന്തിനാണ് ഒരു പേര് കേട്ട അസ്വസ്ഥതയാവുന്നത്? നിങ്ങൾക്ക് എന്തിനാ ടെൻഷൻ? ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അപ്പ പരാതിപ്പെടണം, അല്ലാതെ 6 മാസം 5 മാസം 2 വർഷം അധികമൊന്നുമില്ല. 2-3 പിരി എവിടെ കളി കിടക്കുക. എനിക്ക് മനസ്സിലാകുന്നില്ല ശിവാനി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എനിക്കും മനസ്സിലാവുന്നില്ല. എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല. അതെ, എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കുന്ന ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളിക്കാറ് വരും.